ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ ദുർഗ ആപദുദ്ധാരാഷ്ടകത്തെ കുറിച്ചാണ്. ദുർഗാദേവിയെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തോത്രമാണിത്. ആപത്തിൽ നിന്നുമുള്ള രക്ഷയാണ് ഇത് ചോദിക്കുന്നത്. ഇപ്പോൾ ആപദുദ്ധാരം എന്ന് പറഞ്ഞാൽ ആപത്തിൽ പെട്ടുപോയിരിക്കുന്നവനെ അതിൽ നിന്നും ഉയർത്തുക. അപ്പം അതിനു വേണ്ടിയിട്ട് ദുർഗാദേവിയെ സ്തുതിച്ചുകൊണ്ട് 8 ശ്ലോകങ്ങളെ ജപിക്കുന്നു. അങ്ങനത്തെ ഒരു സ്തോത്രമാണ്. എല്ലാ ആപത്തിൽ നിന്നുമുള്ള രക്ഷ ഇത് നമുക്ക് പ്രദാനം ചെയ്യും. അപ്പം നമുക്ക് ഇതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ ദുർഗ ആപദുദ്ധാരാഷ്ടകം. നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ, നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ, നമസ്തേ ജഗദ്വന്ദ്യപാദാരവിന്ദേ, നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ പറയുന്നു നമഃ തേ, അതാണ് നമസ്തേ. നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. എങ്ങനെയുള്ളവളാണ് നീ? ശരണ്യേ, ശരണം പ്രാപിക്കാൻ യോഗ്യയായവളാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആപത്കരമായ സന്ദർഭത്തിൽ അകപ്പെടുമ്പോൾ അതിൽ നിന്നും നമുക്ക് രക്ഷ നൽകാൻ പ്രാപ്തയായ ഒരുവളെ വേണം നമ്മൾ ശരണം പ്രാപിക്കാൻ. അതായത് ആ ആപത്തിനെ നിവാരണം ചെയ്യാനും അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സംരക്ഷണത്തിനെ നൽകാനും ശക്തിയുള്ളവൾ. അപ്പോൾ അങ്ങനെ ശക്തിയുള്ളവളാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ശരണ്യയാണ്, ശരണം പ്രാപിക്കാൻ യോഗ്യയാണ്. ഈ പ്രപഞ്ചത്തിൽ പലർക്കും പല പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരവും അമ്മയുടെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ശരണ്യ എന്ന് ധൈര്യമായി വിളിക്കുന്നത്. എല്ലാവരാലും ശരണം പ്രാപിക്കാൻ യോഗ്യയായവൾ. നമ്മുടെ ആപത്ത് എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നുമുള്ള സംരക്ഷണം നൽകാനുള്ള പ്രാപ്തി, ശക്തി ദുർഗാ ഭഗവതിക്കുണ്ട്. അപ്പൊ സധൈര്യം അമ്മയെ ശരണം പ്രാപിക്കാം. ഏത് വിധത്തിലുള്ള സന്ദർഭമാണെങ്കിലും അനുചിതമായ സംരക്ഷണം അമ്മ നൽകിയിരിക്കും. അതുകൊണ്ട് ശരണ്യ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ നമസ്തേ ശരണ്യേ, ശരണാഗതിക്ക് യോഗ്യയായിരിക്കുന്നവളെ, ശരണം പ്രാപിക്കാൻ യോഗ്യയായിരിക്കുന്നവളെ, നിനക്കു നമസ്കാരം ഭവിക്കട്ടെ. ശിവേ, മംഗളസ്വരൂപിണിയാണ് നീ. നമ്മൾ ആപത്തിൽ അകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭാവം അമംഗളമായ ഭാവമാണ്. അതിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ചാൽ കിട്ടുന്നതു മംഗളമായ ഭാവമാണ്. സംരക്ഷണം നൽകുന്നവളായതുകൊണ്ട് നീ മംഗളസ്വരൂപിണിയാണ്. അപ്പൊ ആപത്തെല്ലാം നിവാരണം ചെയ്യപ്പെടുക മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന ആ ശാന്തി, ആ മംഗളം നീ തന്നെയാണ്, നിന്റെ സ്വരൂപം തന്നെയാണ്. ആ വിധം നിന്നെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിന്റെ സംരക്ഷണം ലഭിച്ചാൽ. അതുകൊണ്ട് നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ, അനുകമ്പയോടുകൂടിയവളാണ് നീ. ശരണം കൊടുക്കാനുള്ള ശേഷി മാത്രമല്ല, അതിനുള്ള മനസ്സും നിനക്കുണ്ട്. മറ്റുള്ളവർക്ക് ശരണം കൊടുക്കണം എന്നുള്ള അനുകമ്പ നിനക്കുണ്ട്. നിന്റെ ഭക്തർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ നിന്റെ മനസ്സിൽ കരുണ, ദയ ഉണരും. നീ അവർക്ക് വേണ്ടത് അവർ ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കും. അത്രയും അനുകമ്പയോട് കൂടിയവളാണ്. അതുകൊണ്ട് തന്നെയാണ് നീ ശരണ്യയും ശിവയുമാകുന്നത്. നിന്നെ ശരണം പ്രാപിക്കാം, കാരണം നിനക്ക് അനുകമ്പയുണ്ട്. നീ ഉറപ്പായും സംരക്ഷണം നൽകും. മംഗളസ്വരൂപിണിയാണ്. അതുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ഭക്തർക്ക് ലഭിക്കും. അപ്പോ നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ. ശരണ്യയാണ്, ശിവയാണ്, അനുകമ്പയോടുകൂടിയവളാണ് നീ. ആ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ. ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളാണ് നീ. വിശ്വം തന്നെ രൂപമായിരിക്കുന്നവളാണ് നീ. വിശ്വം എന്ന പദത്തിന് സർവം എന്നർത്ഥമുണ്ട്. അപ്പോൾ എല്ലാ രൂപങ്ങളും നിന്റെ രൂപമാണ്. അതുകൊണ്ട് നീ വിശ്വരൂപയാണ്. വിശ്വം മുഴുവൻ നിന്റെ രൂപമാണ്. നീയാണ് വിശ്വമായിട്ട് പ്രകടമായിട്ടുള്ളത്. അതുകൊണ്ടും വിശ്വരൂപയാണ്. അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവളാണ്, എല്ലാ രൂപത്തിലും ഇരിക്കുന്നവളാണ്. നമുക്ക് ആപത്ത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ പല ദിക്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് ശരണം ലഭിക്കണമെങ്കിൽ അവിടെയും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം. അപ്പൊ ഇവിടെ പറയുന്നു ജഗദ്വ്യാപിയാണ്, അതുപോലെ വിശ്വരൂപയാണ്. എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ സാന്നിധ്യം ഇല്ലാത്തതായ ഒരു സ്ഥലവും പ്രപഞ്ചത്തിലില്ല. എവിടെ വേണമെങ്കിലും അമ്മയുടെ ശരണം നമുക്ക് നേടാം. അതുകൊണ്ട് സധൈര്യം ശരണം പ്രാപിക്കാൻ പറ്റുന്നവളാണ്. എല്ലാവരും ശരണം പ്രാപിക്കേണ്ടവളാണ്. വിശ്വം തന്നെ രൂപമായിരിക്കുന്നവളാണ്. അപ്പൊ എവിടെ നോക്കിയാലും നമുക്ക് അമ്മയുടെ രൂപമാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കും. അത് തന്നെ വലിയൊരു സംരക്ഷണമാണ്.
നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം അമ്മ തന്നെയാണെന്ന് കാണാൻ സാധിച്ചാൽ തന്നെ നമുക്കൊരു സംരക്ഷണം ലഭിക്കും. അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ ആ സംരക്ഷണം സധൈര്യം ചോദിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ. ജഗത്തിലുള്ളവരാൽ വന്ദിക്കപ്പെടുന്ന പാദാരവിന്ദങ്ങളോടുകൂടിയവൻ. അരവിന്ദം എന്നാൽ താമര. താമരയുടെ ഇതളുപോലെ കോമളവും മനോഹരവുമായിരിക്കുന്ന പാദങ്ങളാണ് നിനക്കുള്ളത്. ആ പാദങ്ങളെ ജഗത്തിലുള്ളവർ മുഴുവൻ വന്ദിക്കുന്നു. കാരണം നീ ശരണ്യയാണ്, ശിവയാണ്, സാനുകമ്പയാണ്, ജഗത്തു മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളാണ്, വിശ്വരൂപയാണ്. അതുകൊണ്ട് എല്ലാവരും വന്ദിക്കപ്പെടേണ്ടവളാണ് നീ. അപ്പൊ എല്ലാവരും നിന്നെ വന്ദിക്കുന്നു. കാരണം നിന്നെ വന്ദിച്ചാൽ അവർക്ക് ആവശ്യമുള്ള സംരക്ഷണം ലഭിക്കുമെന്ന് ജഗത്തിലുള്ള എല്ലാവരും അറിയുന്നു. അതുകൊണ്ട് എല്ലാവരും വന്ദിക്കുന്നത് നിന്റെ പാദാരവിന്ദങ്ങളെയാണ്. ഇനി പല ദേവതാഭാവത്തിൽ എടുത്തു നോക്കിയാലും ആരെല്ലാം ഏതെല്ലാം ദേവതകളുടെ പാദാരവിന്ദങ്ങളിൽ വന്ദിക്കുന്നുവോ ആ പാദാരവിന്ദങ്ങൾക്കുള്ള വന്ദനങ്ങളെല്ലാം നിന്റെ പാദാരവിന്ദങ്ങൾക്കുള്ള വന്ദനം തന്നെയാണ്. കാരണം നീ തന്നെയാണ് സർവ്വദേവതകളായും ശോഭിക്കുന്നത്. കാരണം നീ വിശ്വരൂപയാണ്. അപ്പൊ എല്ലാ ദേവതാ രൂപങ്ങളും നിന്റെ രൂപം തന്നെയാണ്. അങ്ങനെയുള്ള ദുർഗാ ഭഗവതി ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ. നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമസ്തേ. വീണ്ടും നമസ്കാരം അർപ്പിക്കുന്നു. ജഗത്താരിണി ത്രാഹി ദുർഗേ. ഈ ഒരു വരി എല്ലാ ശ്ലോകത്തിലും വരുന്നുണ്ട്. ജഗത്താരിണി, ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവൾ. ജഗത്ത് എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, സംസാരം, ജനന മരണ ചക്രം. ഇതിനെ തരണം ചെയ്തുകൊണ്ട് നിശ്ചലമായ ഭാവം, അതായത് ജനനവുമില്ല മരണവുമില്ലാത്ത നിത്യമായ ഭാവം, സനാതനമായ മോക്ഷം എന്ന ഭാവത്തെ കൊടുക്കുന്നവൾ. അപ്പൊ ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവളായതുകൊണ്ട് ജഗത്താരിണി. ജഗത്തിൽ കഴിയുന്ന സമയത്തുണ്ടാകുന്ന ആപത്തിൽ നിന്നും മാത്രമല്ല അമ്മ രക്ഷ നൽകുന്നത്, ആ ജഗത്തിനെ തന്നെ തരണം ചെയ്തുകൊണ്ട് പരമഗതിയെയും അമ്മ നൽകുന്നു. അതുകൊണ്ട് ജഗത്താരിണിയാണ്, ദുർഗയാണ്. എതിർക്കാൻ പറ്റാത്തവളാണ്, അടുക്കാൻ പറ്റാത്തവളാണ്. അതുകൊണ്ട് ദുർഗ. സൂക്ഷ്മമായി അമ്മയുടെ ഭാവത്തെ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, അത്രയും സൂക്ഷ്മമാണ്. അതുകൊണ്ട് ദുർഗയാണ്, അപ്രാപ്യയാണ്. ഇനി ശക്തിയുടെ ഭാവം എടുത്തു നോക്കിയാൽ എതിർത്ത് നിൽക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല, അത്രയും ശക്തിയുള്ളവളാണ് അമ്മ. അതുകൊണ്ട് ദുർഗയാണ്. സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന അമ്മയുടെ ആ ദുർഗാഭാവം എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമസ്കാരം അർപ്പിക്കുക. നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. ത്രാഹി. ഞാൻ ഈ നമസ്കാരം അർപ്പിച്ചിട്ടുള്ളത് നിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടല്ലയോ ദുർഗാമാതാവേ എനിക്ക് സംരക്ഷണം നൽകിയാലും എന്നെ രക്ഷിച്ചാലും. ത്രാഹി എന്ന് പറഞ്ഞാൽ രക്ഷിച്ചാലും എന്നാണ് അർത്ഥം. ഇതായിരുന്നു ആദ്യത്തെ ശ്ലോകം. നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യപാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകമാണ്. നമസ്തേ ജഗച്ചിന്ത്യമാനസ്വരൂപേ നമസ്തേ മഹായോഗി വിജ്ഞാനരൂപേ നമസ്തേ നമസ്തേ സദാനന്ദരൂപേ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. നമസ്തേ ജഗച്ചിന്ത്യമാനസ്വരൂപേ. ജഗത്തിനാൽ ചിന്തിക്കപ്പെടേണ്ട സ്വരൂപത്തോടു കൂടിയവളാണ് നീ. അതാണ് ജഗച്ചിന്ത്യമാനസ്വരൂപേ. ആ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഈ ജഗത്തിലുള്ളവർ ഇവിടെ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ നിന്നുമൊക്കെ അവർക്ക് മോചനം വേണമെങ്കിൽ അവർ ചിന്തിക്കേണ്ടത് നിന്റെ രൂപത്തെ തന്നെയാണ്. നിന്റെ സ്വരൂപത്തെ അവർ ഉൾക്കൊണ്ടാൽ, ധ്യാനത്തിലൂടെ നിരന്തര സ്മരണയിലൂടെ നിന്റെ സ്വരൂപത്തെ അവർ ഉൾക്കൊണ്ടാൽ അവരുടെ ജീവിതം ധന്യമായി തീരും. അതുകൊണ്ട് ജഗത്തിലുള്ള എല്ലാവരാലും ചിന്തിക്കപ്പെടേണ്ടവർ നീയാണ്, ധ്യാനിക്കപ്പെടേണ്ടവർ നീയാണ്. അതുകൊണ്ട് നമസ്തേ ജഗച്ചിന്ത്യമാന സ്വരൂപേ. നമസ്തേ മഹായോഗി വിജ്ഞാന രൂപേ. യോഗം എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം. രണ്ട് ഒന്നായി ഭവിക്കുന്നതാണ് യോഗം. അന്വേഷിക്കുന്ന ജീവനും അന്വേഷിക്കപ്പെടുന്ന നിത്യവസ്തുവായ ബ്രഹ്മവും ഒന്നാണെന്നുള്ള ബോധം സിദ്ധിച്ചാൽ യോഗമായി. ആ യോഗം നേടിയവൻ യോഗി. ആ യോഗികളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ മഹായോഗി. നിത്യമായി അതിൽ ലയം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മഹായോഗി. ആ മഹായോഗി ഏതൊന്നിനെയാണോ അറിയുന്നത് അത് അവന്റെ വിജ്ഞാനം. അതായത് നമ്മൾ അന്വേഷിക്കുന്നത് ആത്മാവിനെയാണ്. അപ്പൊ ആത്മാനുഭൂതിയാണ് യോഗം. അപ്പൊ ആ ആത്മാനുഭൂതിയായി ആ ആത്മസ്വരൂപത്തിൽ ശോഭിക്കുന്നത് നീ തന്നെയാണ്. അതുകൊണ്ട് മഹായോഗി വിജ്ഞാന രൂപേ.
മഹായോഗികൾ ഏതൊന്നിനെ അറിയുന്നുവോ ആ ആത്മഭാവത്തിൽ ശോഭിക്കുന്നവളാണ് നീ, ആ നിനക്ക് നമസ്കാരം. അപ്പൊ അമ്മ നിത്യസാന്നിധ്യമാണെന്നും പറഞ്ഞു, ജഗദ്വ്യാപിയാണെന്ന് നേരത്തെ പറഞ്ഞു. ആ ജഗത്തിലുള്ളവരെല്ലാം സ്മരിക്കേണ്ടത് അമ്മയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നിരന്തരമായി അമ്മയെ സ്മരിക്കുക. എങ്ങനെയാണ് അമ്മയെ സ്മരിക്കേണ്ടത്? നമ്മുടെ തന്നെ ആത്മാവായിട്ടാണെന്ന് ഇവിടെ ഉറപ്പിക്കുന്നു. ആത്മഭാവത്തിൽ ശോഭിക്കുന്നവൾ. നമസ്തേ നമസ്തേ, വീണ്ടും വീണ്ടും നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. സദാനന്ദ രൂപേ, സദാ ആനന്ദം തന്നെ രൂപമായിരിക്കുന്നവൾ. ആനന്ദം എന്ന് പറഞ്ഞാൽ സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാവം. സുഖത്തിന്റെ ആധിക്യമല്ല ആനന്ദം, സുഖവുമല്ല ദുഃഖവുമല്ല, അദ്വിതീയമായ ഒരു അനുഭൂതി. ആ ആനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ സ്വരൂപത്തെ തന്നെയാണ്, ആത്മാവ് തന്നെയാണ് ആനന്ദം. അപ്പോൾ സദാനന്ദ രൂപേ എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവൾ. നേരത്തെ മഹായോഗി വിജ്ഞാന രൂപേ എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. അമ്മ ആത്മാവായിട്ടുള്ളിൽ ശോഭിക്കുന്നു. ആ അമ്മയെയാണ് യോഗികൾ അറിയുന്നത്. ആ യോഗികൾ അറിയുന്നത് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജഗത് മാനസ്വരൂപേ എന്ന് പറഞ്ഞത്. അപ്പൊ നിരന്തരമായി ധ്യാനിച്ച് യോഗികൾ അവളെ അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ അറിയുന്നത് ഏത് ഭാവത്തിലാ? ആത്മഭാവത്തിലാ. അതെങ്ങനെയുള്ള ആത്മഭാവമാണ്? സദാനന്ദ രൂപമാണ്. ആനന്ദം തന്നെ, പരമാനന്ദം എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തിലാണ് അമ്മ അനുഭവിക്കപ്പെടുന്നത്. നമസ്തേ ജഗത് താരിണി ത്രാഹി ദുർഗേ, ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവളെ, ദുർഗാ ഭഗവതി, അങ്ങനെയുള്ള നീ എന്നെ രക്ഷിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. നമസ്തേ ജഗത് ചിന്ത്യമാനസ്വരൂപേ, നമസ്തേ മഹായോഗി വിജ്ഞാന രൂപേ, നമസ്തേ നമസ്തേ സദാനന്ദ രൂപേ, നമസ്തേ ജഗത് താരിണി ത്രാഹി ദുർഗേ. തുടർന്ന് അനാഥസ്യ ദീനസ്യ തൃഷ്ണാതുരസ്യ ഭയാത്തസ്യ ഭീതസ്യ ബദ്ധസ്യ ജന്തോ ത്വമേകാ ഗതിർദേവി നിസ്താരകർत्री നമസ്തേ ജഗത് താരിണി ത്രാഹി ദുർഗേ. ഇനി ആർക്കൊക്കെ അമ്മയെ ശരണം പ്രാപിക്കാം, ആരൊക്കെയാണ് അമ്മയെ ശരണം പ്രാപിക്കേണ്ടത് എന്നൊരു ലിസ്റ്റ് പറയുകയാണ്. അനാഥസ്യ, നാഥനില്ലാത്തവർ, തനിക്ക് ആശ്രയിക്കാൻ മറ്റൊരാളില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നവർക്കെല്ലാം നീ ശരണം പ്രാപിക്കാൻ യോഗ്യയാണ്. അതുകൊണ്ട് അനാഥസ്യ. ദീനസ്യ, ദീനനായിരിക്കുന്നവൻ, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പാടുകൾ നേരിട്ടുകൊണ്ട് ക്ഷീണിതനായിരിക്കുകയാണ്, ദയ അർഹിക്കുന്ന ഭാവത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദീനത. ആ ദീനതയിൽ അനുഭവിക്കുന്നവർക്കും നീ ഗതിയാണ്. അവർ നിന്നെ പ്രാപിക്കണം, ശരണം പ്രാപിക്കണം. തൃഷ്ണാതുരസ്യ, ആതുരൻ എന്നാൽ ദുഃഖിതൻ. തൃഷ്ണയാൽ ആതുരനായതുകൊണ്ട് തൃഷ്ണാതുരൻ. തൃഷ്ണ എന്നാൽ ദാഹമാണ്, ആഗ്രഹങ്ങളുടെ ദാഹം. പലതും വേണം 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 എന്നുള്ള അണയാത്ത ആഗ്രഹം, അതാണ് തൃഷ്ണ. വളരെ അധികമായ ആഗ്രഹം. അങ്ങനത്തെ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ആൾ എപ്പോഴും ദുഃഖിതനായിരിക്കും. കാരണം ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുകയില്ല. അപ്പൊ ആഗ്രഹങ്ങൾ നേടിയിട്ടില്ല എന്ന ദുഃഖം, ആഗ്രഹം നേടാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, അതിൻ്റെ ദുഃഖം, ആ പരിശ്രമിച്ചിട്ടും നേടാൻ പറ്റിയിട്ടില്ല എന്ന ദുഃഖം, ഇതൊക്കെ തൃഷ്ണ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളാണ്. അങ്ങനെ ദുഃഖിക്കുന്നവർ തൃഷ്ണാതുരന്മാർ, അവർക്കും നീ തന്നെയാണ് ഗതി. ഭയാർത്തസ്യ, ഭയത്തെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്നവരാണ്, ആർത്തന്മാരായവരാണ് ഭയാർത്തന്മാർ. അവർക്ക് ഭയം ഉണ്ടാകേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ല, പക്ഷെ ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഓർത്ത് ഭയപ്പെടുന്നവരാണ്. അപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചു, അത് നേടാൻ പറ്റില്ലയോ എന്നോർത്ത് അവർ ഭയപ്പെടുന്നു. അവിടെ ഭയത്തിനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല, പക്ഷെ ഭാവിയിൽ അങ്ങനെ ഒരു ഭയം വേണമെന്ന് കരുതി ഭയപ്പെടുന്നവർ, അതാണ് ഭയാർത്തന്മാർ. എന്നാൽ ഇപ്പോൾ തന്നെ ഭയത്തിനുള്ള സാധ്യതയുണ്ട്, ഭയപ്പെടുകയാണെങ്കിൽ അവർ ഭീതന്മാർ. അതാണ് തുടർന്ന് പറയുന്നത് ഭീതസ്യ. അപ്പൊ ഭയത്താൽ ദുഃഖിതരും ഭീതന്മാരും എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിലും ഭാവിയിൽ ഉള്ളതോ പോയ കാലത്തെയോ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവർ ഭയാർത്തന്മാർ, ഇപ്പോഴുള്ള സാഹചര്യത്താൽ ദുഃഖിക്കുന്നവർ ഭീതന്മാർ. അപ്പൊ ഭയാർത്തസ്യ, ഭീതസ്യ, ബദ്ധസ്യ, കെട്ടപ്പെട്ടവർ, പലതിനാലും കെട്ടപ്പെട്ടവർ. ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും, അവരുടെ മനസ്സിന്റെ തന്നെ ആസക്തി പലതിലും അവരെ പോയി കെട്ടിയിടും. ഇങ്ങനെയൊക്കെ കെട്ടപ്പെട്ടിട്ടുള്ള ജന്തോ, ജനിച്ചിട്ടുള്ളവർ, ജീവന്മാർ. ഇവിടെയുള്ള ജീവന്മാർ ഇങ്ങനെ പല പ്രകാരത്തിലായിരിക്കും. അവർക്ക് നാഥൻ ഉണ്ടാവുകയില്ല, അവർ ദീനന്മാരായിരിക്കും, തൃഷ്ണ ഒരുപാടുണ്ടാവും, ഭയമുണ്ടാവും, അതുപോലെ കെട്ടുപാടുകൾ ഉണ്ടാവും. ഇങ്ങനെയെല്ലാം ഇരുന്ന് ദുഃഖിക്കുന്ന ജന്തുക്കൾക്ക് ത്വം ഏകാ ഗതി, നീ ഒരുവൾ മാത്രമാണ് ഗതിയായിട്ടുള്ളത്. അവർ പ്രാപിക്കേണ്ടത് നിന്നെയാണ്. നിന്നെ അവർക്ക് ലഭിച്ചാൽ എല്ലാ ആശ്രയവും അവർക്ക് ലഭിക്കും. കാരണം നീ ദേവിയാണ്. ദേവി എന്നാൽ ദാനം കൊടുക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്.
അപ്പൊ എന്താഗ്രഹിച്ചാലും അത് കൊടുക്കാൻ കേൾപ്പുള്ളവൾ. സ്വയം പ്രകാശസ്വരൂപിണിയാണ്, മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല അമ്മയെ അറിയാൻ, അതുകൊണ്ടും ദേവിയാണ്. അപ്പോൾ ത്വമേകാ ഗതിർ ദേവി, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ നീ മാത്രമാണ് ഗതിയായിട്ടുള്ളത്. അപ്പൊ എല്ലാ ആൾക്കാരെയും ഇവിടെ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള ദുഃഖിതർക്കും നീ ഗതിയാണ്. കാരണം ഇവർക്കൊക്കെ അഭയം കൊടുക്കാനുള്ള ശക്തി നിനക്കുണ്ട്. നിസ്താരകർत्री, നീ തരണം ചെയ്യിക്കുന്നവളാണ്. സംസാര സാഗരത്തിൽ നിന്നും ഒരുവനെ ഉയർത്തുന്നവളാണ്. ഇപ്പോൾ സംസാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ ദുഃഖത്തിൽപ്പെട്ടവരെ ആ ദുഃഖത്തിൽ നിന്നും ഉയർത്തുന്നവൾ, ആപത്തിൽപ്പെട്ടവരെ ആപത്തിൽ നിന്നും ഉയർത്തുന്നവൾ. അതുകൊണ്ട് നിസ്താരകർत्री. നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ, ജഗത്തിനെ മുഴുവൻ തരണം ചെയ്യിക്കുന്നവളെ, അടുക്കാൻ പറ്റാത്തവളെ, എന്നെ രക്ഷിച്ചാലും അതിനായി നിനക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. അനാഥസ്യ ദീനസ്യ തൃഷ്ണാതുരസ്യ ഭയാർത്തസ്യ ഭീതസ്യ ബദ്ധസ്യ ജന്തോ ത്വമേകാ ഗതിർദേവി നിസ്താരകർत्री നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. തുടർന്ന് നാലാമത്തെ ശ്ലോകം. അരണ്യേ രണേ ദാരുണേ ശത്രുമധ്യേ ജലേ സങ്കടേ രാജഗേഹേ പ്രവാതേ ത്വമേകാ ഗതിർദേവി നിസ്താര ഹേതുർ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. ഇനി ചില സന്ദർഭങ്ങൾ പറയുകയാണ്. നേരത്തെ കുറച്ച് ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, അപ്പൊ ചില സന്ദർഭങ്ങൾ പറഞ്ഞ് അവിടെയൊക്കെ നീ തന്നെയാണ് രക്ഷ എന്ന് പറഞ്ഞുറപ്പിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള അപകടം പിടിച്ചിട്ടുള്ള സന്ദർഭങ്ങളെയാണ് പറയുന്നത്. അരണ്യേ, കാട്ടിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവിടെ ആരാണ് ശരണം? നീ മാത്രമാണ് ശരണം. ത്വമേകാ ഗതിർ ദേവി, നീ മാത്രമാണ് അവിടെ ശരണം. രണേ, എങ്ങനെയുള്ള രണേ? ദാരുണ ഭയാനകമായിരിക്കുന്ന രണത്തിൽ, യുദ്ധത്തിൽ നീ മാത്രമാണ് ശരണം. ഇനി രണ്ട് വാക്കായിട്ട് എടുത്താൽ, യുദ്ധത്തിൽ നീയാണ് ശരണം, മറ്റു ഭയാനകമായിട്ടുള്ള സന്ദർഭങ്ങളിലും നീയാണ് ശരണം. ശത്രുമധ്യേ, ശത്രുക്കളുടെ ഇടയിൽ പെട്ടുപോകുന്ന സമയത്ത്, ശത്രു ആരെന്ന് മനസ്സിലാക്കി ശത്രുവിനോട് പൊരുതാൻ പോകുന്നതാണ് രണം, യുദ്ധം. അവിടെ നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ ശത്രുക്കൾ നമ്മളെ വളയുമ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് ശത്രുമധ്യേ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പെട്ടുപോകുമ്പോൾ അവിടെ നിന്നും നമുക്ക് രക്ഷ ആര് നൽകും? നീ മാത്രം നൽകും. ത്വമേകാ ഗതിർ ദേവി ജലേ, ജലത്തിൽ പെട്ടുപോകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും രക്ഷ, മുങ്ങാതെ ഇരിക്കാൻ അവിടെ നിന്നും നമ്മളെ തരണം ചെയ്യിക്കുന്നത് നീ തന്നെയാണ്. സങ്കടേ, മറ്റു പല പ്രയാസങ്ങളിലും നമ്മൾ അകപ്പെടുമ്പോൾ നീ മാത്രമാണ് ഗതിയായിട്ടുള്ളത്. രാജഗേഹേ, രാജാവിന്റെ വീട്ടിൽ നമ്മൾ രണ്ട് സന്ദർഭങ്ങളിലാണ് ചെല്ലുക. ഒന്നെങ്കിൽ രാജാവ് വിളിക്കണം, അല്ലെങ്കിൽ നമ്മളായിട്ട് ചെല്ലണം. രാജാവ് വിളിക്കുമ്പോൾ എന്താണ്? നമ്മൾ എന്തോ തെറ്റ് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് വിചാരണ ചെയ്യാനാണ് നമ്മളെ വിളിക്കുക. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നീതി നൽകുന്നത് അമ്മയാണ്, രക്ഷിക്കുന്നവൾ അമ്മയാണ്. നമ്മൾ നീതി തേടി പോകുന്നതും രാജാവിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെയും നമുക്ക് പോകാം നമ്മുടെ ആവശ്യത്തിനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ആവശ്യവുമായാണോ ചെല്ലുന്നത് അത് രാജാവ് നടത്തിത്തരാൻ അമ്മയുടെ കടാക്ഷം ഉണ്ടായാൽ മതി. അതുകൊണ്ട് രാജഗേഹേ. അപ്പൊ നീതി ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോഴൊക്കെ നീ ഒരുവൾ മാത്രമാണ് ഗതി. പ്രവാതം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ് വളരെ തീക്ഷ്ണമായ കാറ്റിന്റെ പ്രവാഹത്തിൽ പെട്ടുപോയാലും നീ മാത്രമാണ് രക്ഷയായിട്ടുള്ളവർ. കാരണം പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നത് നീ തന്നെയാണ്. അപ്പൊ കാറ്റിനെ നിയന്ത്രിക്കാനും നിനക്ക് എളുപ്പം സാധിക്കും. ഇവിടെ ചില പാഠഭേദങ്ങളൊക്കെ ഉണ്ട്. ചില പാഠങ്ങളിൽ വേറെ പദങ്ങളാണ് കാണുന്നത്. എന്തായാലും ആപത്തുണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ എന്നർത്ഥത്തിൽ ഈ പദങ്ങൾ തന്നെ ധാരാളമാണ്. അപ്പോൾ അരണ്യേ രണേ ദാരുണേ ശത്രുമധ്യേ ജലേ സങ്കടേ രാജഗേഹേ പ്രവാതേ ത്വമേകാ ഗതിർ ദേവി, നീ മാത്രമാണ് ഗതി. നിസ്താര ഹേതുർ, തരണം ചെയ്യുന്നതിന് മൂലകാരണമായിരിക്കുന്നവൻ. എല്ലാ ആപത്തുകളെയും ഒരുവൻ തരണം ചെയ്യുന്നത് നിന്റെ സഹായത്തോടെയാണ്. അപ്പോൾ ആര് എവിടെ ഏത് ആപത്തിനെ തരണം ചെയ്താലും അത് നിന്റെ കൃപ കൊണ്ടാണ്. അവരുടെ പുരുഷാർത്ഥം കൊണ്ടാണെന്ന് അവർ തെറ്റിദ്ധരിച്ചാലും വാസ്തവത്തിൽ അവിടെ നിന്റെ കരുണയാണ് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് നിസ്താര ഹേതുവായിരിക്കുന്നവളാണ്. നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ, ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവളും അടുക്കാൻ പറ്റാത്തവളുമായ ദുർഗാ ഭഗവതി, നീ എനിക്ക് രക്ഷയെ പ്രദാനം ചെയ്താലും ഞാൻ നിന്നെ നമസ്കരിക്കുന്നു. ഇതായിരുന്നു നാലാമത്തെ ശ്ലോകം. അരണ്യേ രണേ ദാരുണേ ശത്രുമധ്യേ ജലേ സങ്കടേ രാജഗേഹേ പ്രവാതേ ത്വമേകാ ഗതിർദേവി നിസ്താര ഹേതുർ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. തുടർന്ന് അഞ്ചാമത്തെ ശ്ലോകമാണ്. അപാരേ മഹാദുസ്തരേത്യന്ത ഘോരേ വിപത്സാഗരേ മജ്ജതാം ദേഹഭാജാം ത്വമേകാ ഗതിർദേവി നിസ്താര നൗകാ
നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. അപാരേ, പാരം ഇല്ലാത്തത്, മറുകര കാണാത്തതായ, മഹാദുസ്തരേ, കടക്കാൻ വളരെയധികം പ്രയാസമായിട്ടുള്ള, പ്രയാസമുള്ളത് ദുസ്തരമാണ്, ഇത് വളരെയധികം ദുസ്തരമാണ്, അതുകൊണ്ട് മഹാദുസ്തരേ. അപ്പോൾ കര കാണാത്തതാണ്, അതുകൊണ്ട് തന്നെ കടക്കാൻ വളരെയധികം, കാരണം തിരയൊക്കെ നല്ലോണം അടിക്കുന്നുണ്ട്, അപ്പോൾ കടക്കാൻ വളരെയധികം പ്രയാസമുള്ളതായ, അത്യന്ത ഘോരെ, വളരെയധികം ഘോരമായിരിക്കുന്ന, ഭയാനകമായിരിക്കുന്ന, ഒരുപാട് ആഴമുണ്ട്, അതിൽ പല ജീവികളുണ്ട്, തിരകൾക്കൊക്കെ വളരെയധികം വേഗതയുണ്ട്, അപ്പൊ അങ്ങനെ വളരെയധികം ഘോരമായിരിക്കുന്ന, ഭയാനകമായിരിക്കുന്ന വിപത് സാഗരേ, വിപത്തിന്റെ സാഗരത്തിൽ. വിപത്ത് എന്നാൽ ആപത്തുകൾ, ആപത്തുകളെ ഒരു സാഗരമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ആ സാഗരത്തിൽ അത് വളരെ ഘോരമാണ്, അത് മഹാദുസ്തരമാണ്, അത് അപാരമാണ്. ആ സാഗരത്തിൽ, ആ ആപത്താകുന്ന കടലിൽ, മജ്ജതാം ദേഹഭാജാം, ദേഹഭാജാം എന്ന് പറഞ്ഞാൽ ദേഹത്തെ ധരിച്ചിരിക്കുന്നവൾ, ദേഹത്തെ ധരിച്ചിട്ടുള്ള എല്ലാ ജീവികളും മജ്ജതാം മുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ വിപത്താകുന്ന, ആപത്താകുന്ന സാഗരത്തിൽ മുങ്ങിയിരിക്കുന്ന, ദേഹം ധരിച്ചിരിക്കുന്ന എല്ലാവർക്കും ത്വം ഏകാ ഗതിർ ദേവി, നീ ഒരുവൾ മാത്രമാണ് ഗതി. എന്തുകൊണ്ടെന്നാൽ നിസ്താര നൗക, തരണം ചെയ്യിക്കുന്ന നൗകയാണ് നീ. നൗക എന്ന് പറഞ്ഞാൽ തോണി, നീ ഒരു തോണിയാണ്. കടലിൽ പെട്ടുപോയിട്ടുള്ള, ദേഹം ധരിച്ചിട്ടുള്ള ആൾക്കാർ, അതായത് ജീവന്മാർ, ആ ജീവന്മാര് ഈ ആപത്താകുന്ന കടലിൽ പെട്ടുപോയിരിക്കുകയാണ്. അവർക്ക് നീന്തി കടക്കാൻ പറ്റുന്നില്ല, കര കാണാൻ പറ്റുന്നില്ല, വളരെയധികം ഭയം അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ നിന്നെ ശരണം പ്രാപിച്ചാൽ നീ ഒരു തോണിയായി വന്ന് അവരെ അതിൽ കയറ്റി ആ സാഗരത്തിൽ നിന്നും അവരെ തരണം ചെയ്യിക്കും. അതുകൊണ്ട് നിസ്താര നൗക. അപ്പൊ ത്വമേകാ ഗതിർ ദേവി, നീ ഒരുവൾ മാത്രമാണ് ആ സമയത്ത് അവന് ഗതിയായിട്ടുള്ളത്. നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ, അതുകൊണ്ട് ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവളെ, പ്രാപിക്കാൻ പറ്റാത്തവളെ, നീ എനിക്ക് രക്ഷയെ നൽകിയാലും ഞാൻ നിനക്ക് നമസ്കാരത്തെ സമർപ്പിക്കുന്നു. ഇതായിരുന്നു 5ാമത്തെ ശ്ലോകം. അപാരേ മഹാദുസ്തരേത്യന്ത ഘോരേ വിപത്സാഗരേ മജ്ജതാം ദേഹഭാജാം ത്വമേകാ ഗതിർദേവി നിസ്താര നൗക നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. തുടർന്ന് 6ാമത്തെ ശ്ലോകമാണ്. നമശ്ചണ്ഡികേ ചണ്ഡജോർ നമശ്ചണ്ഡികേ ചണ്ഡദോർദണ്ഡലീലാ സമുത്ഖണ്ഡിതാഖണ്ഡലാശേഷ ശത്രോ ത്വമേകാ ഗതിർവിഘ്ന സന്തോഹ ഹർത്രി നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. നമശ്ചണ്ഡികേ, ചണ്ഡികയായിരിക്കുന്ന നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. അടുക്കാൻ പറ്റാത്തവൾ, വളരെയധികം ഭയാനകമായിരിക്കുന്നവൾ, വളരെ രൗദ്രമായ ഭാവത്തിൽ ഇരിക്കുന്നവൾ ചണ്ഡിക. ആ ചണ്ഡികാദേവിയായി ശോഭിക്കുന്ന ദുർഗയെ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നീ എങ്ങനെയുള്ളവളാണ്? ചണ്ഡ ദോർദണ്ഡ ലീലാ സമുത്ഖണ്ഡിതാഖണ്ഡലാശേഷ ശത്രോ. ചണ്ഡം, വളരെയധികം ഘോരമായിരിക്കുന്ന, കോപത്തോടു കൂടിയിരിക്കുന്ന, ശക്തിയോടു കൂടിയിരിക്കുന്ന, ദോർദണ്ഡം, 2 കൈകൾ. അമ്മയ്ക്ക് 2 കൈകളുണ്ട്, അത് വളരെ തീക്ഷ്ണങ്ങളായ, വളരെ ശക്തിയുള്ള കൈകളാണ്. ആ കൈകളാൽ ലീലാ സമുത്ഖണ്ഡിത, ലീലയാൽ, കലിയാൽ ഉത്ഖണ്ഡിത, പറിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ആഖണ്ഡല, ആഖണ്ഡലൻ എന്നാൽ ഇന്ദ്രൻ, ഇന്ദ്രന്റെ അശേഷ ശത്രു, എല്ലാ ശത്രുക്കളോടും കൂടിയ, അതായത് ഇന്ദ്രന്റെ എല്ലാ ശത്രുക്കളും. ഇന്ദ്രൻ ദേവനാണ്, ദേവന്മാരുടെ ശത്രു അസുരന്മാരാണ്. അസുരന്മാരുടെ മുഴുവൻ ശിരസിനെ ഉയർത്തി പിഴുതെടുത്തവൾ എന്നോ, അവരുടെ പ്രാണനെ വേർപ്പെടുത്തിയെന്നോ, അല്ലെങ്കിൽ അവരെ മുറിപ്പെടുത്തിയവൾ എന്നോ എല്ലാം അർത്ഥത്തിൽ ലീലയ, ഒരു ക്രീഡയെ പോലെ, പ്രത്യേകിച്ച് പരിശ്രമമൊന്നും ഇല്ലാതെ തൻ്റെ കൈകളെ കൊണ്ട്, ആയുധങ്ങൾ പോലും ആവശ്യമില്ല, തൻ്റെ കൈകളെ കൊണ്ട് തന്നെ ശത്രുക്കളുടെ സൈന്യത്തെ ഇല്ലാതെയാക്കിയവളാണ്. അപ്പൊ അവരെ അവരുടെ ദേഹത്തിൽ നിന്നും അവരുടെ പ്രാണനെ പറിച്ചെടുത്തു എന്നർത്ഥം. ശസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അവരുടെ ശിരസ് മുറിച്ചു, അംഗങ്ങൾ മുറിച്ചു എന്നർത്ഥം. ഉത്ഖണ്ഡിതം എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റുക എന്നർത്ഥം വരുന്നുണ്ട്, പറിച്ചെടുക്കുക എന്നർത്ഥം വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇന്ദ്രന്റെ എല്ലാ ശത്രുക്കളെയും, അതായത് അസുരന്മാരെ, രാക്ഷസന്മാരെ മുഴുവൻ തൻ്റെ കൈകൊണ്ട് തന്നെ വധിച്ചിട്ടുള്ള ചണ്ഡികാദേവിയായിരിക്കുന്ന നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ത്വമേകാ ഗതി, നീ ഒരുവൾ മാത്രമാണ് ഗതി. വിഘ്ന സന്തോഹ ഹർത്രി, എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതെയാക്കുന്നവളാണ് നീ. വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്നുവെന്ന് മാത്രമല്ല, വിഘ്നങ്ങൾക്ക് കാരണങ്ങളായി നിൽക്കുന്നതിനെ പോലും ഇല്ലാതെയാക്കുന്നു. അപ്പൊ വിഘ്നം തന്നെ ഉണ്ടാവുകയില്ല.
അപ്പൊ വിഘ്നം അനുഭവിക്കുന്ന ആൾ നിന്നെ ശരണം പ്രാപിച്ചാൽ നീ ആ വിഘ്നങ്ങളെ എല്ലാം ഇല്ലാതെയാക്കും. ഒപ്പം തന്നെ അവൻ അനുഗ്രഹം കൊടുക്കും. ആ അനുഗ്രഹം കൊണ്ട് ഭാവിയിൽ വിഘ്നങ്ങൾ ഉണ്ടാവുകയും ഇല്ല. അപ്പൊ അതുകൊണ്ട് വിഘ്നസന്തോഹ ഹർത്രി എന്ന് വിളിച്ചിരിക്കുന്നു. പരിപൂർണമായി വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്നവൾ നീ ഒരുവളാണ് ഗതി. എല്ലാവർക്കും നീ ഒരുവളാണ് ഗതി. അപ്പൊ വിഘ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ മാത്രമാണ് ആശ്രയം. തമസ്തേ ജഗത് താരിണി ത്രാഹി ദുർഗേ. ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവളെ ദുർഗാ ഭഗവതി, നീ എന്നെ രക്ഷിച്ചാലും നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ആസുരികതയെ പിഴിഞ്ഞെറിയുന്നവളാണ് എന്നർത്ഥവും നേരത്തെ ആ ചണ്ഡ ദോർദണ്ഡ ലീല സമുത്ഖണ്ഡിതാഖണ്ഡലാശേഷ ശത്രു എന്ന പദത്തിൽ നിന്നും നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആസുരികതയെ എടുത്തു മാറ്റുന്നു, നമുക്കും ചുറ്റുമുള്ള ആസുരികതയും എടുത്തു മാറ്റുന്നു, അസുരന്മാരായിട്ടുള്ളവരെ വധിക്കുന്നു എന്നർത്ഥവും അവിടെ വന്നു. നമശ്ചണ്ഡികേ ചണ്ഡ ദോർദണ്ഡ ലീല സമുത്ഖണ്ഡിതാഖണ്ഡലേശ ഖണ്ഡലാശേഷ ശത്രു ത്വമേകാഗതിർവിഘ്ന സന്തോഹഹർത്രി നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ത്വമേകാ സദാരാധിതാ സത്യവാദിന്യനേകാഖിലാ ക്രോധനാ ക്രോധനിഷ്ഠാ ഇടാ പിംഗലാ ത്വം സുഷുമ്നാ ച നാഡി നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. ത്വമേകാ സദാരാധിതാ. എല്ലാ കാലത്തും ആരാധിക്കപ്പെടുന്നവൾ നീ ഒരുവൾ മാത്രമാണ്. ഇവിടെ പലരും പലരെയും ആരാധിക്കുന്നത് നമ്മൾ കാണും. എല്ലാവരുടെയും ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നത് നീയാണ്. കാരണം നീയാണ് ശക്തി. നിന്നിൽ നിന്നാണ് ഈ ചലനം മുഴുവൻ ഉണ്ടാകുന്നത്. എല്ലാവരെയും പ്രവർത്തിപ്പിക്കുന്നത് നീയാണ്. അതുകൊണ്ട് എല്ലാവരും ആരാധിക്കുന്നത്, അത് ഏത് നാമത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും എല്ലാവരും ആരാധിക്കുന്നത് നിന്നെ തന്നെയാണ്. അതുകൊണ്ട് ത്വമേകാ സദാരാധിത സത്യവാദിനി. സത്യം മാത്രം പറയുന്നവളാണ് നീ. നീ രക്ഷിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു സംശയത്തിനവിടെ സാഹചര്യമില്ല. നീ രക്ഷിച്ചിരിക്കും. നീ ശരണ്യയാണെന്ന് പറഞ്ഞാൽ നീ ശരണ്യയാണ്. അതുകൊണ്ട് സത്യവാദിനിയാണ്. സത്യം മാത്രം പറയുന്നവളാണ്. പറഞ്ഞ സത്യത്തെ പ്രവർത്തിപ്പിക്കുന്നവളാണ്. അതായത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുന്നവളാണ്. അതുകൊണ്ട് സത്യവാദിനിയാണ്. അനേകയാണ്, ഒരുപാട് രൂപത്തിലുള്ളവളാണ്. ഇപ്പൊ സദാരാധിത എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്. കാരണം എല്ലാ രൂപവും നിന്റെ രൂപമായതുകൊണ്ട് നീ തന്നെയാണ് എല്ലാ രൂപത്തിലും ആരാധിക്കപ്പെടുന്നവൾ. അഖില ക്രോധന, അഖില അക്രോധന, എല്ലാവരോടും ക്രോധമില്ലാത്തവളാണ്. നിനക്ക് ആരോടും ക്രോധമില്ല. നീ ആരോടും ക്രോധിക്കുന്നില്ല. കാരണം നീ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും സത്തയായിരിക്കുന്നത് നീയാണെങ്കിൽ നീ നിന്നെ മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് നിനക്ക് ആരോടും ക്രോധമില്ല. കാരണം നിന്നിൽ നിന്ന് അന്യമായിട്ട് ആരുമില്ല. എന്നാൽ ക്രോധനിഷ്ഠ, ക്രോധത്തെ നീ സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടി? ലോകമംഗളാർത്ഥം. ധർമ്മം വ്യതിചലിക്കുന്ന സമയത്ത് അവരെ നേർവഴിക്ക് നടത്താനായിട്ട് നീ ക്രോധത്തെ സ്വീകരിക്കുന്നു. എന്നിട്ട് നീ പ്രവർത്തിക്കുന്നു, ക്രോധമുള്ളതുപോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ നിനക്ക് ക്രോധമില്ല. നീ ശാന്തയാണ്. കാരണം നീ ഏകസ്വരൂപയാണ്. നിന്നിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇട പിംഗല ത്വം സുഷുമ്ന ച നാഡി. നമ്മുടെ ശരീരത്തിലെ പ്രധാനമായ 3 നാഡികളാണ്. ഇട, പിംഗല, സുഷുമ്ന. നടുവിലുള്ളത് സുഷുമ്നയും 2 വശത്തുമായിട്ട് ഇടയും പിംഗളയും. അപ്പൊ ഈ 3 നാഡികളും നീ തന്നെയാണ്. ശേഷിക്കുന്ന മറ്റു ചെറിയ നാഡികളെല്ലാം തന്നെ നീയാണ്. നമ്മുടെ ശരീരത്തിൽ പ്രാണനെ ചലിപ്പിക്കുന്നത് ഈ നാഡിയാണ്. ഈ നാഡിയിലൂടെ പ്രാണസഞ്ചാരമുണ്ട്. കുണ്ടലിനി ഉണരുന്നത് സുഷുമ്നയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രാണശക്തിയായ കുണ്ടലിനിയെ, ആ ദേവിയുടെ തന്നെ ശക്തിയുടെ സ്ഥൂലമായ നമ്മുടെ ദേഹത്തിലെ ഭാവമാണ് കുണ്ടലിനി. ആ കുണ്ടലിനിയായി ചലിക്കാൻ ഉപയോഗിക്കുന്ന നാഡികളും കുണ്ടലിനിയും എല്ലാം നീ തന്നെയാണ്. അപ്പൊ എന്റെ ശരീരത്തിൽ തന്നെ നിനക്ക് സ്ഥാനമുണ്ട്. അതാണ് ഇടാ പിംഗലാത്വം സുഷുമ്ന ച നാഡി നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവളെ, ദുർഗയായിരിക്കുന്നവളെ, എന്നെ രക്ഷിച്ചാലും നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പൊ നമ്മുടെ കുണ്ടലിനിയെ ഉണർത്താനുള്ള കരുണയും നിനക്കുണ്ട്. അത് നീ ആഗ്രഹിക്കുമ്പോഴാണ് ഉണരുന്നത്. അതിലൂടെ കിട്ടുന്ന സിദ്ധികളും നിന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് കിട്ടുന്ന ദർശനങ്ങളും നിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ നാഡീവ്യവസ്ഥയെ മുഴുവൻ പാലിക്കുന്നതും നീയാണ്. പ്രധാനമായ 3 നാഡിയും നീ തന്നെയാണ്. ത്വമേകാ സദാരാധിതാ സത്യവാദിന്യനേകാഖിലാ ക്രോധനാ ക്രോധനിഷ്ഠ ഇടാ പിംഗലാ ത്വം സുഷുമ്നാ ച നാഡി നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. 7ാമത്തെ ശ്ലോകമായിരുന്നു. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. നമോ ദേവി ദുർഗേ ശിവേ ഭീമനാദേ സദാ സർവസിദ്ധി പ്രദാത്രസ്വരൂപേ വിഭൂതി സതാം കാലരാത്രിസ്വരൂപേ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ.
നമോ ദേവി, പ്രകാശസ്വരൂപിണിയായ അമ്മേ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ദുർഗേ, അടുക്കാൻ പറ്റാത്തവളെ. ശിവേ, മംഗളസ്വരൂപേ. ഭീമനാഥേ, വളരെ ഭയാനകമായ നാദത്തോട് കൂടിയവളെ. ഈ ലോകത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന നാദങ്ങളെല്ലാം നിന്റെ നാദമാണ്, അതുകൊണ്ട് ഭീമനാഥയാണ്. വളരെ ഗാംഭീര്യമുള്ള ശബ്ദമാണ് നിനക്ക്, അതുകൊണ്ട് ഭീമനാഥമാണ്. ശത്രുക്കൾ നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭയപ്പെടുന്നു, അതുകൊണ്ടും ഭീമനാഥയാണ് നീ. സദാ സർവസിദ്ധി പ്രദാതൃ സ്വരൂപേ, എല്ലാ കാലത്തും എല്ലാവിധ സിദ്ധികളെയും പ്രദാനം ചെയ്യുന്ന സ്വരൂപത്തോടു കൂടിയവളാണ് നീ. എല്ലാ കാലത്തും സിദ്ധികളുണ്ട്. ആ സിദ്ധികൾ എല്ലാ കാലത്തും ലഭിച്ച ആൾക്കാരുമുണ്ട്. അവർക്കൊക്കെ ആ സിദ്ധികൾ ലഭിച്ച് അവർ സിദ്ധരായിട്ടുള്ളത് നിന്റെ കൃപ കൊണ്ടാണ്. കാരണം സിദ്ധികൾ ഇപ്പൊ സൂര്യനിൽ നിന്നും കിരണങ്ങൾ വരുന്ന പോലെയാണ് നിന്നിൽ നിന്നും സിദ്ധികൾ വരുന്നത്. അപ്പൊ സിദ്ധികൾ എവിടെയെങ്കിലും പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ സിദ്ധികളും നൽകുന്നത് നീയാണ്. പ്രധാനമായും 8 സിദ്ധികൾ പറയും. അണിമ, ലഘിമ, ഗരിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 8 സിദ്ധികളുണ്ട്. ആ 8 സിദ്ധികളും നൽകുന്നത് നീ തന്നെയാണ്. അതല്ലാതെയും സൂക്ഷ്മമായ ഒരുപാട് സിദ്ധികളുണ്ട്, അത് നൽകുന്നതും നീ തന്നെയാണ്. അതെല്ലാ കാലത്തും എപ്പോഴെല്ലാം ആരെല്ലാം സിദ്ധിയെ, എവിടെയെല്ലാം സിദ്ധിയെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിഭൂതി സതാം, സത്തുക്കളുടെ വിഭൂതിയായിരിക്കുന്നവർ, അവർക്കുള്ള ഐശ്വര്യമെല്ലാം നീയാണ്. വാസ്തവത്തിൽ നീ ഉള്ളിലുള്ളതാണ് അവരുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും മൂലകാരണം. അതുകൊണ്ട് അവരുടെ ഐശ്വര്യം നീയാണ്, അവരുടെ അലങ്കാരം നീയാണ്. നീ ഉള്ളത് കൊണ്ടാണ് അവർക്ക് മഹത്വം ലഭിക്കുന്നത്. ലോകത്തിലുള്ളവർ അവരെ ആദരിക്കുന്നത് നിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വിഭൂതി സതാം കാലരാത്രി സ്വരൂപേ, കാലരാത്രി സ്വരൂപത്തിൽ ഇരിക്കുന്നവർ, ഒരു ദേവീഭാവമായിട്ടെടുത്താൽ ആ ഭാവത്തിൽ ശോഭിക്കുന്നവൾ. ഏറ്റവും ഇരുട്ടുള്ള രാത്രി, പ്രകാശത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത അത്രയും ഇരുട്ടായിരിക്കുന്നവൾ, ഇരുണ്ടിരിക്കുന്നവൾ. നമ്മൾ ഈ ലോകത്തെ കാണുന്നത് 3 പ്രകാശത്തിലാണ്: സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. ഈ 3 പ്രകാശങ്ങളെ കൊണ്ടും നമ്മൾ കാണുന്നത് ഭേദത്തെയാണ്, ഭിന്നതയാണ്, അതായത് വൈവിധ്യമാണ്, അത് മായയാണ്. എന്നാൽ നിന്റെ സ്വരൂപം മായയ്ക്ക് അതീതമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, ബുദ്ധി കൊണ്ട് പ്രകാശിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 3നും അതീതയായതുകൊണ്ട് നീ വാസ്തവത്തിൽ ഇരുണ്ടിരിക്കുന്നു, കറുകറുത്തിരിക്കുന്നു, അവ്യക്തയാണ്. നിന്നെ ആർക്കും കാണാൻ പറ്റില്ല, ഈ പ്രകാശത്തിനൊന്നും പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ കാലരാത്രി സ്വരൂപയാണ്, അത്രയും ഇരുണ്ടിരിക്കുന്നവൾ, അതായത് അത്രയും അവ്യക്തമായി ഇരിക്കുന്നവൾ. നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ, ജഗത്തിനെ തരണം ചെയ്യിക്കുന്നവളെ ദുർഗാ ഭഗവതി, എന്നെ രക്ഷിച്ചാലും നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതായിരുന്നു 8ാമത്തെ ശ്ലോകം. നമോ ദേവി ദുർഗേ ശിവേ ഭീമനാഥേ സദാ സർവസിദ്ധി പ്രദാതൃസ്വരൂപേ വിഭൂതി സതാം കാലരാത്രിസ്വരൂപേ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. പ്രധാനപ്പെട്ട 8 ശ്ലോകങ്ങളും കഴിഞ്ഞു. ഇനി ഒരു നമസ്കാരം കൂടി പറഞ്ഞ് പിന്നീട് ഫലശ്രുതിയാണ്. 9ാമത്തെ ശ്ലോകം. ശരണമസി സുരാനാം സിദ്ധ വിദ്യാധരാനാം മുനിമനുജ പശൂനാം ദസ്യുഭിസ്ത്രാസിതാനാം നൃപതി ഗൃഹഗതാനാം വ്യാധിവിപീഡിതാനാം ത്വമസി ശരണമേകാ ദേവി ദുർഗേ പ്രസീദ. ശരണം അസി ത്വം, നീ ശരണമാകുന്നു. ആർക്ക്? സുരാനാം, സുരന്മാർക്ക്, അതായത് ദേവന്മാർക്ക് നീ ശരണമാകുന്നു. സിദ്ധ വിദ്യാധരാനാം, സിദ്ധന്മാർക്ക് നീ ശരണമാകുന്നു. വിദ്യാധരന്മാർക്ക് നീ ശരണമാകുന്നു. ഇതൊക്കെ സൂക്ഷ്മ ശക്തികളാണ്. മുനി മനുജ പശുന, മുനികൾക്ക് നീ ശരണമാകുന്നു. മനുഷ്യന്മാർക്ക് നീ ശരണമാകുന്നു. പശുക്കൾക്കും നീ ശരണമാകുന്നു. മുനി എന്നാൽ മനനം ചെയ്യുന്നവരാണ്. നിന്നെ ധ്യാനിക്കുന്നവർക്ക് നീ ശരണമാണ്. ഇനി നിന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത സാധാരണക്കാര് മനുജന്മാർ, അവർക്ക് നീ ശരണമാണ്. അവരുടെ അത്ര പോലും വിവേകമില്ലാത്ത പശുതുല്യരായവർക്കും നീ ശരണമാണ്. മറ്റുള്ള പശുക്കൾക്കും നീ ശരണമാണ്. അപ്പോ സുരാനാം സിദ്ധ വിദ്യാധരാനാം മുനിമനുജ പശൂനാം ശരണമസി ത്വം, നീ ശരണമാകുന്നു. ദസ്യുഭിസ്ത്രാസിതാനാം, ദസ്യുക്കളാൽ, അതായത് കള്ളന്മാരാൽ, ത്രാസിതാനാം ഭയപ്പെടുന്നവർ, കള്ളന്മാരാൽ ഭീതരാക്കപ്പെട്ടവർ. കള്ളന്മാർ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുമുള്ള മോചനം നേടാനായി അവരും ശരണം പ്രാപിക്കേണ്ടത് നിന്നെ തന്നെയാണ്. നീയാണ് അവർക്കും ശരണം. അപ്പൊ ദസ്യുഭിസ്ത്രാസിതാനാം ശരണമസി ത്വം. അപ്പൊ എന്തെങ്കിലും തൻ്റേത് അപഹരിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള ഭയം ഉണ്ടാകുമ്പോൾ, അങ്ങനെ അപഹരിക്കാൻ ആൾക്കാർ ശ്രമിക്കുമ്പോൾ ആ അപഹാരത്തെ തടയുന്നതും നീ തന്നെയാണ്.
നൃപതി ഗൃഹഗതാനാം. നൃപതി എന്നാൽ രാജാവ്, രാജാവിന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നവർക്കും നീ തന്നെയാണ് ശരണം. നേരത്തെ പറഞ്ഞിട്ടുള്ള അർത്ഥം തന്നെയാണ്. നമ്മൾ നീതി തേടി പോവുകയാണെങ്കിൽ ആ നീതി ലഭിക്കുന്നത് നിന്റെ കൃപ കൊണ്ടാണ്. നമ്മളെ വിചാരണ ചെയ്യാനായി വിളിച്ചിട്ടുള്ളതാണെങ്കിൽ അവിടെ നിന്നും രക്ഷ നൽകുന്നതും നീ തന്നെയാണ്. അപ്പൊ രാജദണ്ഡനത്തിൽ നിന്നുമുള്ള രക്ഷണവും രാജാവിന്റെ അനുഗ്രഹവും നീ നേടിത്തരുന്നു. നൃപതി ഗൃഹഗതാനാം ശരണമസി. വ്യാധിവി പീഡിതാനാം. വ്യാധി എന്നാൽ രോഗങ്ങൾ. രോഗങ്ങളാൽ പീഡിതരായിരിക്കുന്നവർക്കും നീ തന്നെയാണ് ശരണം. അപ്പോ വലിയ വലിയ ആൾക്കാർ, സുരന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, മുനികൾ, ഇവർക്കൊക്കെ നീ ശരണമാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് നീ ശരണമാണ്. പശുക്കൾക്ക് നീ ശരണമാണ്. കള്ളന്മാരെ പേടിക്കുന്നവർക്ക് നീ ശരണമാണ്. രാജാവിനെ സമീപിക്കുന്നവർക്ക് നീ ശരണമാണ്. രോഗങ്ങളാൽ ദുഃഖിതരായവർക്കും നീ ശരണമാണ്. ത്വമസി ശരണമേക. നീ ഒരുവൾ മാത്രമാണ് ശരണം. മറ്റൊരു ശരണം ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വെറും നാട്യമാണ്, മിഥ്യയാണ്. അപ്പൊ ത്വമസി ശരണമേക ദേവി ദുർഗേ പ്രസീദ. നീ ദേവിയാണ്, നീ ദുർഗയാണ്. നീ പ്രസാദിച്ചാലും നീ മാത്രമാണ് ശരണം. നിന്റെ പ്രസാദമാണ് എനിക്ക് ആവശ്യം. ആ പ്രസാദം ലഭിച്ചാൽ എൻ്റെ ജീവിതം ധന്യമാകും. ഇതായിരുന്നു 9ാമത്തെ ശ്ലോകം. ശരണമസി സുരാനാം സിദ്ധ വിദ്യാധരാനാം മുനിമനുജ പശൂനാം ദസ്യുഭിസ്ത്രാസിതാനാം നൃപതി ഗൃഹഗതാനാം വ്യാധിഭിഃ പീഡിതാനാം ത്വമസി ശരണമേക ദേവി ദുർഗേ പ്രസീദ. തുടർന്ന് 10ാമത്തെ ശ്ലോകം ഭരശ്വതി ഭാഗം ആരംഭിക്കുകയാണ്. ഇദം സ്തോത്രം മയാ പ്രോക്തം ആപദുദ്ധാര ഹേതുകം ത്രിസന്ധ്യമേകസന്ധ്യം വാ പഠനാത് ഘോര സങ്കടാത്. ഇതം സ്തോത്രം, ഈ സ്തോത്രത്തെ മയാ പ്രോക്തം എന്നാൽ പറയപ്പെട്ടത്, എന്നാൽ പറയപ്പെട്ടിട്ടുള്ള ഈ സ്തോത്രത്തെ ആപദുദ്ധാര ഹേതുകം. ഇതെങ്ങനെയുള്ള സ്തോത്രമാണ്? ആപത്തിൽ നിന്നും ഉയർത്തുന്ന, രക്ഷയെ നൽകുന്ന, മോചനം നൽകുന്ന സ്തോത്രമാണ്. അപ്പൊ ആപത്തിൽ അകപ്പെട്ടവർക്ക് അതിൽ നിന്നും രക്ഷണത്തെ നൽകുന്ന സ്തോത്രമാണ് എന്നാൽ പറയപ്പെട്ടതാണ്. ത്രിസന്ധ്യം, 3 സന്ധ്യകളിൽ, രണ്ടും കൂടിച്ചേരുന്ന, 2 സമയങ്ങൾ കൂടിച്ചേരുന്ന ഭാവത്തെയാണ് സന്ധ്യ എന്ന് പറയുക. അപ്പോൾ പ്രഭാതം, ഉച്ച, അതുപോലെ സായം സന്ധ്യ, ഇങ്ങനെ 3 സന്ധ്യകൾ ഒരു ദിവസത്തിലുണ്ട്. ആ 3 സന്ധ്യകളിലും അഥവാ ഏകസന്ധ്യം, ഏതെങ്കിലും ഒരു സന്ധ്യയിൽ, ഒന്നെങ്കിൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും, അതല്ലെങ്കിൽ ഒന്നെങ്കിൽ കാലത്ത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ രാത്രി വൈകുന്നേരം, ഈ 3 നേരത്തിൽ ഏതെങ്കിലും ഒരു സന്ധ്യയിൽ വാ പഠനാത് പഠിക്കുകയാണെങ്കിൽ ഘോര സങ്കടാത്, ഘോര സങ്കടത്തിൽ നിന്നും, ഘോരമായിട്ടുള്ള സങ്കടത്തിൽ നിന്നും. തുടർന്ന് അടുത്ത ശ്ലോകത്തിലാണ് ബാക്കി പറയുന്നത്. മുച്യതേ നാത്ര സന്ദേഹോ ഭുവി സ്വർഗേ രസാതലേ സർവം വാ ശ്ലോകമേകം വാ യഹ് പഠേത് ഭക്തിമാൻ സദാ. ഒന്നെങ്കിൽ 3 സന്ധ്യകളിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ധ്യാവേളയിൽ എന്നാൽ പറയപ്പെട്ടിട്ടുള്ള ആപദുദ്ധാരഹേതുകമായ ഈ സ്തോത്രത്തെ പഠിക്കുകയാണെങ്കിൽ ഘോരമായ സങ്കടത്തിൽ നിന്നും മുച്യതേ, മോചിക്കപ്പെടുന്നു. അവൻ ആ സങ്കടം അപ്പോൾ തന്നെ തീരും. അവനെ അവിടെ നിന്നും കൈ പിടിച്ച് അമ്മ ഉയർത്തും. മകനെ രക്ഷിക്കുന്ന പോലെ അമ്മ അവനെ രക്ഷിക്കും. ന അത്ര സന്ദേഹോ, അതിലൊരൽപ്പം പോലും സംശയമില്ല. ഭുവി സ്വർഗേ രസാതലേ, ഭൂവി, ഭൂമിയിലാണെങ്കിൽ, സ്വർഗത്തിലാണെങ്കിൽ, രസാതലത്തിൽ, താഴെയുള്ള തലമാണ് രസാതലം, രസാതലത്തിലാണെങ്കിലും ഈ കാര്യം ഉറപ്പാണ്. ഇപ്പൊ ഭൂമിയിലുള്ളവർക്ക് വിളിക്കാം, അവർക്ക് ആപത്തിൽ നിന്നും രക്ഷ കിട്ടും. സ്വർഗത്തിലുള്ളവർക്ക് വിളിക്കാം, അവർക്കും രക്ഷ കിട്ടും. രസാതലത്തിലുള്ളവർക്കും വിളിക്കാം, അവർക്കും രക്ഷ കിട്ടും. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. കാരണം എല്ലാ ലോകത്തിലും, 3 ലോകത്തിലും അമ്മയുടെ സ്വാധീനമുണ്ട്. ആ 3 ലോകത്തിലുള്ളവർക്കും അമ്മയുടെ രക്ഷ കിട്ടും. അമ്മയെ ശരണം പ്രാപിച്ച രക്ഷയുറപ്പാണ്. അപ്പോൾ ഒന്നെങ്കിൽ 3 സന്ധ്യകൾക്ക്, അല്ലെങ്കിൽ ഒരു സന്ധ്യാനേരത്ത് ഇതിനെ പഠിക്കുക. ഇനി പറയുന്നു സർവം വാ ശ്ലോകമേകം വാ, ഒന്നെങ്കിൽ മുഴുവൻ ഈ പറഞ്ഞ 8 ശ്ലോകങ്ങളും പഠിക്കുക. അതിന് സമയമില്ലെങ്കിൽ ശ്ലോകമേകം വാ, ഒരു ശ്ലോകത്തെയെങ്കിലും യഹ് പഠേത് ഭക്തിമാൻ സദാ, ആര് ഭക്തിയോടുകൂടി പഠിക്കുന്നുവോ. അപ്പൊ നേരത്തെ ഇത് 3 സന്ധ്യകളിൽ അല്ലെങ്കിൽ ഒരു സന്ധ്യയിൽ ജപിച്ചാൽ എന്ത് ഫലം കിട്ടുമെന്ന് പറഞ്ഞു. ഘോരമായിട്ടുള്ള ആപത്തുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും. ഇനി പറയുകയാണ് ഇത് മുഴുവൻ ശ്ലോകവും അല്ലെങ്കിൽ അതിലെ ഒരു ശ്ലോകമെങ്കിലും ഭക്തിയോടുകൂടി പഠിച്ചാൽ, ദിവസവും പഠിച്ചാൽ. തുടർന്ന് പറയുന്നു സ സർവ ദുഷ്കൃതം ത്യക്ത്വാ പ്രാപ്നോതി പരമം പദം പഠനാദസ്യ ദേവേശി കിം ന സിദ്ധ്യതി ഭൂതലേ. അങ്ങനെ
ഇതിന്റെ 8 ശ്ലോകങ്ങളെയും അല്ലെങ്കിൽ ഒരു ശ്ലോകങ്ങളെയും ഭക്തിയോടുകൂടി ദിവസവും ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ അവൻ സർവദുഷ്കൃതം എല്ലാ ദുഷ്കൃതങ്ങളെയും ത്യജിച്ചിട്ട്, ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ പാപഫലങ്ങളാണ്, പാപങ്ങളെയാണ്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളാണ് ദുഃഖങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും നമ്മൾ അനുഭവിക്കുന്നത്. അതിനെ എല്ലാം ത്യജിക്കാൻ ഇത് ജപിച്ചാൽ സാധിക്കും. അപ്പൊ സർവ ദുഷ്കൃതം ത്യക്ത്വ പ്രാപ്നോതി പ്രാപിക്കുന്നു പരമം പദം, പരമമായ പദത്തെ പ്രാപിക്കുന്നു. ജനന മരണ ചക്രത്തിന് അതീതമായിട്ടുള്ളതാണ് പരമമായ പദം, മോക്ഷമാണ്. അത് അമ്മയുടെ ഭാവമാണ്. ആ ഭാവം അവന് ലഭിക്കുന്നു. പഠനാത് അസ്യ ദേവേഷി കിം ന സിദ്ധ്യതി ഭൂതലേ. ദേവന്മാരുടെ ഈശയായി ഇരിക്കുന്നവളെ വിളിക്കുകയാണ്, കേൾക്കുന്നവളോട് പറയുകയാണ്. ഇവിടെ കേൾക്കുന്നത് അമ്മയാണ്. മഹാദേവൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്തോത്രം. അപ്പൊ അമ്മയെ വിളിക്കുകയാണ്, അല്ലയോ ദേവേശി, പഠനാത് അസ്യ കിം ന സിദ്ധ്യതി ഭൂതലേ. ഭൂതലത്തിൽ ഇത് പഠിച്ചാൽ സിദ്ധിക്കാത്തതായിട്ട് എന്തുണ്ട് അല്ലയോ ഉമാദേവി, അല്ലയോ പാർവതി എന്ന് മഹാദേവൻ ചോദിക്കുകയാണ്. ഒന്നും തന്നെയില്ല, എല്ലാം സിദ്ധിക്കും. എന്താഗ്രഹത്തോടു കൂടി ജപിച്ചാലും ആ ആഗ്രഹം നടക്കും. ഏതുവിധ സങ്കടത്തിൽ പെട്ടുപോയിട്ടാണെങ്കിലും അതിൽ നിന്നുമുള്ള മോചനം ഉറപ്പായും ലഭിക്കും. തുടർന്ന് പറയുന്നു, സ്തവരാജമിതം ദേവി സംക്ഷേപാത് കഥിതം മയാ. സ്തവരാജം സ്തോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് കൊണ്ട് ഇത് സ്തവരാജമാണ്. അതിനെ അല്ലയോ ദേവി സംക്ഷേപാത് ചുരുക്കിക്കൊണ്ട് കഥിതം മയ എന്നാൽ പറയപ്പെട്ടു. ഞാൻ അതിന്റെ സാരത്തെ എടുത്തുകൊണ്ട് 8 ശ്ലോകങ്ങളിലായിട്ട് നിനക്ക് പറഞ്ഞു തന്നു. ഭഗവാൻ ദേവിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഫലം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് 10, 11, 12, 13 ഇങ്ങനെ 4 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ ശ്ലോകങ്ങൾ ഒന്നും കൂടി വായിക്കാം. ഇദം സ്തോത്രം മയാ പ്രോക്തം ആപദുദ്ധാര ഹേതുകം ത്രിസന്ധ്യമേക സന്ധ്യം വാ പഠനാത് ഘോര സങ്കടാത് മുച്യത്തെ നാത്ര സന്ദേഹോ ഭുവി സ്വർഗേ രസാതലേ സർവം വാ ശ്ലോകമേകം വാ യഃ പഠേത് ഭക്തിമാൻ സദാ സ സർവദുഷ്കൃതം ത്യക്ത്വാ പ്രാപ്നോതി പരമം പദം പഠനാദസ്യ ദേവേശി കിം ന സിദ്ധ്യതി ഭൂതലേ സ്തവരാജമിദം ദേവി സംക്ഷേപാത് കഥിതം മയാ. അപ്പൊ ഈ സ്തോത്രം വളരെ ശ്രേഷ്ഠമാണ്, ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതാണ്. 3 സന്ധ്യകളിൽ ജപിക്കാം, അല്ലെങ്കിൽ ഒരു സന്ധ്യയ്ക്ക് ജപിക്കാം. ദിവസവും മുഴുവൻ ജപിക്കാം, അല്ലെങ്കിൽ ഒരു ശ്ലോകം ജപിക്കാം. അങ്ങനെ ജപിക്കുകയാണെങ്കിൽ അവൻ 3 ലോകത്തിൽ എവിടെയാണെങ്കിലും അവന് സംരക്ഷണം ലഭിക്കും. അവൻ എല്ലാവിധ സങ്കടത്തിൽ നിന്നുമുള്ള മോചനം ലഭിക്കും. ആ കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട. അവൻ എല്ലാ ദുഷ്കൃതങ്ങളെയും ത്യജിച്ചുകൊണ്ട് പരമമായ പദത്തെ പ്രാപിക്കും. എല്ലാം അവന് സിദ്ധിക്കും. അവന് സിദ്ധിക്കാത്തതായിട്ട് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതി ശ്രീ സിദ്ധേശ്വരി തന്ത്രേ ഉമാമഹേശ്വര സംവാദേ ശ്രീ ദുർഗാ ആപദുദ്ധാര സ്തോത്രം സമ്പൂർണം. ഇതി എന്ന് ശ്രീ സിദ്ധേശ്വരി തന്ത്രേ, ശ്രീ സിദ്ധേശ്വരി എന്നുള്ള തന്ത്രഗ്രന്ഥത്തിൽ ഉമാമഹേശ്വര സംവാദേ, ഉമയും മഹേശ്വരനും തമ്മിൽ നടക്കുന്ന സംവാദത്തിൽ ശ്രീ ദുർഗാ ആപദുദ്ധാര സ്തോത്രം, ശ്രീ ദുർഗാദേവിയെ സ്തുതിക്കുന്ന സ്തോത്രമാണ്, അഷ്ടകമാണ്, ആപത്തിൽ നിന്നും ഉദ്ധരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ സ്തോത്രം ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പൊ ഉമാദേവിക്ക്, സാക്ഷാത് പരാശക്തിക്ക് മഹാദേവൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്കും അച്ഛനും ലോകമംഗളാർത്ഥം ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടത്തുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ രഹസ്യം അമ്മയ്ക്കും അറിയാം, അച്ഛനും അറിയാം. പക്ഷെ അവരിങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ അമ്മ ചോദ്യം ചോദിക്കും, മഹാദേവൻ മറുപടി പറയും. ചിലപ്പോൾ മഹാദേവൻ ചോദിക്കും, അമ്മ മറുപടി പറയും. അങ്ങനെയാണ് നിഗമങ്ങളും ആഗമങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തന്ത്രങ്ങൾ ഒട്ടുമിക്കതും ദേവ സംവാദമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവാദം ശ്രീ സിദ്ധേശ്വരി തന്ത്രത്തിലാണ് നടന്നിട്ടുള്ളത്. ആ സംവാദത്തിൽ വന്നിട്ടുള്ളതാണ് ഈ സ്തോത്രം. അതിവിടെ പൂർണ്ണമാകുന്നു. 8 ശ്ലോകങ്ങളാണ് മൂലത്തിലുള്ളത്. പിന്നെ 9ാമതായ ഒരു ശ്ലോകം പൊതുവെ ചേർത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫലശ്രുതിയാണ്, അഷ്ടകമാണ്. അപ്പോൾ ഇവിടെ ശ്രീ ദുർഗാ ആപദുദ്ധാര സ്തോത്രം എന്നും തുടക്കത്തിൽ ദുർഗാ ആപദുദ്ധാര അഷ്ടകം എന്നുമാണ്. രണ്ടും അർത്ഥം ഒന്ന് തന്നെ. 8 ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ട് അഷ്ടകം എന്നും സ്തോത്രം എന്നും പറയാം. അപ്പൊ അതിവിടെ പൂർണ്ണമാവുകയാണ്. ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യിക്കുന്ന സ്തോത്രമാണ്. കർമ്മഫലം കൊണ്ട് ഏതെങ്കിലും ഒരു ആപത്തിൽ നമ്മൾ ചെന്നുപെട്ടാൽ അതിൽ നിന്നും നമുക്ക് രക്ഷയെ നൽകുന്ന സ്തോത്രമാണ്. അപ്പൊ സാധിക്കുന്ന വിധം ജപിക്കുക. നല്ല ഇളവുകൾ നൽകിയിട്ടുണ്ട് മഹാദേവൻ ഇവിടെ. 3 നേരം ജപിക്കാം, അല്ലെങ്കിൽ 1 നേരം മതി. മുഴുവൻ ജപിക്കാം, അല്ലെങ്കിൽ ഒരു ശ്ലോകം മതി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭക്തിയോടുകൂടി ജപിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ആപത്തുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ജപിക്കാം, അല്ലെങ്കിൽ നിത്യം ജപിക്കാനായിട്ട് ഉപയോഗിക്കാം. എന്തായാലും ദുർഗാദേവിയെ സ്മരിക്കുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അമ്മയെ ഒന്ന് സ്മരിക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് രക്ഷ ലഭിക്കും. അപ്പൊ ദുർഗയെ നമസ്തേ എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളമാണ്.
അല്ലെങ്കിൽ ഈ സ്തോത്രമായി ജപിക്കാം. അപ്പോൾ അതിനുള്ള ഭാഗ്യം ആ അമ്മ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാവിധ രക്ഷയും ആ അമ്മ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. അമ്മേ ദുർഗേ ഭഗവതി ജഗദീശ്വരി സർവേശ്വരി നാരായണി. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.